ഞാൻ 13-ാം വയസ്സിൽ സ്വന്തം ബിരിയാണി പാകം ചെയ്യാൻ പഠിച്ച ആളാണ്. ബിരിയാണി തന്നെ മെയിനായിട്ട് ഹൈദരാബാദി ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഇങ്ങനെ കാബിരി ബിരിയാണി, എല്ലാ ഐറ്റം ബിരിയാണികളും ഉണ്ട്. വിശന്ന് വരുന്നവന് അതിന് ഏത് തുണി കുപ്പായോ ഒന്നല്ല പ്രശ്നം. വിശന്ന് വരുന്ന ആൾ ആരുണ്ടെങ്കിലും അവർക്ക് പൈസ ഇല്ലാതെ ഭക്ഷണം കൊടുത്തോണ്ടി എന്നാണ് പറയുന്നത്. പിന്നെ ലെഗോൺ ബിരിയാണിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ബീഫ് ബിരിയാണി നല്ല കുട്ടൻ ബിരിയാണിയാണ്. അപ്പം ചില ആളുകൾക്ക് പൈസ കമ്മിയാണോ എന്നുള്ളതുണ്ട്. ഇന്ന് വരെ ബിരിയാണിക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. പിന്നെ ചില സമയത്ത് ബീഫിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പറയാമെന്നല്ലാതെ ബിരിയാണി നമ്മളെ റൈസിന് ആരും ഒന്നും പറഞ്ഞില്ല ഇതുവരെ. വന്ന് കഴിച്ചിട്ട് അവരെ ആ തൃപ്തിയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പം ഭക്ഷണം കഴിച്ച് പോകുമ്പം ഒരു പറയൽ ഇത്രയേ ഉള്ളൂ, ബില്ല് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. വിലേൻ്റെ മാറ്റം കൊണ്ട് പല ആളുകളും വരലുണ്ട്. എയർപോർട്ടാകുമ്പോൾ ചിലപ്പം പണി അന്വേഷിച്ച് വരും. അപ്പം അങ്ങനത്തെ ആളുകളിൽ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല, ഞങ്ങളൊന്ന് തരുമോ എന്ന് ചോദിക്കും. അപ്പം കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇപ്പോൾ നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന ആളുകൾ തന്നെ ചില സമയത്ത് പൈസ ഉണ്ടാവില്ല. അപ്പം ചോദിക്കുകയാണ്, കേസിൽ വന്നാണ്ട് പൈസ ഇല്ല, ഭക്ഷണം കഴിക്കട്ടെ എന്ന് ചോദിക്കുമ്പം അത് ചില ആളുകൾക്കൊരു മടി ഉണ്ടാവും. ഭക്ഷണം കഴിച്ചിട്ട് ഇത് കണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി പോണ സമയത്തിൻ്റെ പൈസ ഇല്ലേ, ഇനി അങ്ങനെ കണ്ടുകൊണ്ട് ആയിക്കോട്ടെ എന്ന് പറയും. നമ്മൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ എയർപോർട്ടിൽ കയറി കഴിഞ്ഞാൽ ഹജ്ജ് ഹൗസ് കഴിഞ്ഞ ഉടനെ വലത്തെ സൈഡിൽ കല്യാണ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നാണ്. ബീഫൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര സ്മൂത്താട്ടോ. സൂപ്പർ സിനിമ, അടിപൊളി. നല്ല അടിപൊളി മുട്ടക്കോഴിൻ്റെ ബിരിയാണി. സാധാരണ കോഴിയെന്ന് പറഞ്ഞാൽ ലെഗ് പീസ് ഇതിനെക്കാട്ടിന് മണ്ണും വലിപ്പം ഉണ്ടാവും. പക്ഷേ ഇത് കണ്ട മുട്ടക്കോഴി ആകുമ്പോൾ ചെറിയ സ്ലിം കാല, അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ.